അപ്പാനി വന്നിട്ട് അനുമോളടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം ശൈത്യ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നോ? ഇപ്പോൾ ആദിലും നൂറും നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് 3 പേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ അവരുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പാനി പറയുന്നുണ്ട് അവരൊക്കെ നിന്നോട് ഈ വിഷയങ്ങൾ സംസാരിക്കും, അല്ലെങ്കിൽ അവരായിരിക്കാം കൂടുതലായിട്ട് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചത്, നീ ആയിരിക്കില്ല. എന്നാലും ഇന്ന് ഈ ദിവസം മുതൽ ഇനി എൻ്റെ കാര്യം, എൻ്റെ ഈ പ്രശ്നം സംസാരിക്കരുത്, എനിക്ക് വയ്യ. അപ്പോൾ അനുമോട് ചോദിക്കുന്നുണ്ട് എവിടെ സംസാരിക്കരുതെന്ന്. എവിടെയും സംസാരിക്കരുത്. പുറത്തിറങ്ങിയിട്ടാണോന്ന് അനുമോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അന്നേരം അപ്പാനി പറയാം പുറത്തിറങ്ങിയിട്ടോ ഈ വീടിൻ്റെ ഉള്ളിലാണെങ്കിലോ ഇനി എൻ്റെ കാര്യം സംസാരിക്കുകയേ ചെയ്യരുത്. അപ്പോൾ അനുമോൾ പറയാണ് എനിക്ക് എൻ്റെ സ്വന്തം കാര്യം സംസാരിക്കാനോ ചെയ്യാനോ എനിക്ക് സമയമില്ല, പിന്നാണോ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ചോദിച്ചു വരുന്ന കുറേ പേരുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലായാലും പല ആൾക്കാരുണ്ടാവാം. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നവർ കുറേ പേര് കാണും. പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് അനുമോൾ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് സ്വയം ചെളിവാരി എറിയാനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ദേഹത്ത് ചെളിവാരി എറിയാനോ എനിക്ക് താല്പര്യമില്ല. എനിക്കതിന് സമയമില്ല. എൻ്റെ സമയം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിന് കൊടുക്കാനുള്ള സമയമാണ്. ഇതൊരു പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞു. അതിന് ഏത് പ്രോഗ്രാം ആയാലും അത് കഴിയുന്നതോടെ അവിടെ കഴിഞ്ഞു. അനുമോൾ പറഞ്ഞു ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, ഇനി ഞാൻ ചോദിക്കുകയാണ്, എനിക്കൊരു കാര്യം പറയണം. അല്ല എൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. അനുമോൾ പറഞ്ഞു അല്ല ഇതൊരു ക്ലാരിറ്റി ഒന്നും എനിക്ക് വേണ്ടാന്ന് അപ്പാനി പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയാം അല്ല ക്ലാരിറ്റി അല്ല, എനിക്ക് സംസാരിക്കണം. ഇത് നിങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് കാണിച്ച ഷോയ്ക്കുള്ള മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത്. ബിൻസി നിങ്ങളുമായിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അപ്പാനിക്ക് ബിൻസി ഞാനുമായിട്ട് എന്ത്? അല്ല നിങ്ങളുമായിട്ടുള്ള പ്രശ്നമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറയുന്ന അപ്പാനി പറയുന്നുണ്ട്. നോക്കടി അവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന്, ഇത് ഞാനായിട്ട് എടുത്ത പ്രശ്നമൊന്നും അല്ല. അപ്പോൾ ഉടനെ അപ്പാനി പറയാണ് ശൈത്യ ആദില. അപ്പോൾ അനുമോൾ പറഞ്ഞു അല്ല പറയട്ടെ, അല്ല പറ, എനിക്കറിയാം ഇവരുടെയൊക്കെ പേരുകൾ. ഞങ്ങളെല്ലാവരോടും ഇരിക്കുന്ന സമയത്ത് ശൈത്യ ആദില നൂറ ഞങ്ങൾ 4 പേരോട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ 2 പേരും ബിൻസിയും അപ്പാനിയും കൂടെ അവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇതൊരു ഷോയാണ്, ഇത് 24 മണിക്കൂർ പോയിക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ കാണുന്ന ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല, ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പാനി പറയാണ് ഒരു ദിവസം നമ്മളിവിടെ എല്ലാവരുടെ ഡാൻസോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോളും ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ബിൻസിയുടെ കവിളിൽ നമ്മുടെ ഈ നെവിൻ വന്നിട്ടൊരു 10 ഉമ്മ കൊടുത്ത്. അതെന്താ അനുമോൾ കണ്ടില്ലായിരുന്നോ? അതിനെപ്പറ്റി അനുമോൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ അനുമോൾ പറഞ്ഞ് ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല. പിന്നെ ഈ നെവിൻ എൻ്റെ ബെഡി വന്ന് കിടക്കാറുണ്ട്, പലരുടെയും ബെഡി വന്ന് കിടക്കാറുണ്ട്. നെവിൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി ഹോളിൽ എല്ലാവരും കൂടെ കിടന്നായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ ഞങ്ങളോട് കയറി കിടന്നാൽ എന്ത് പറയും? ചേട്ടൻ അങ്ങനെ കിടന്നാൽ ആൾക്കാർ എന്ത് ചിന്തിക്കും? ചേട്ടൻ അങ്ങനെ കിടക്കാറുണ്ടോ? അന്നേരം പറഞ്ഞില്ല. അതെന്താ അങ്ങനെ? അന്നേരം പറഞ്ഞ നെവിൻ കിടന്നാൽ അത്രയേ ഉള്ളൂ, നെവിൻ്റെ നേച്ചർ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് അനുമോൾ. കറക്റ്റ് കാര്യമാണ് അനുമോൾ പറയുന്നത്. ആ 2 വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ. അപ്പാനി വേറൊരു ലെവലാണ്, ആ സമയം നെവിൻ വേറൊരു ലെവലാണ്. നെവിൻ എല്ലാവരോടും അങ്ങനെ തന്നെ. എന്നിട്ട് അപ്പാനി പറയുന്നുണ്ട് ആ കുട്ടി ഇവിടെ എല്ലാവരുടെ അങ്ങനെയാണ്, എല്ലാവരോടും സംസാരിക്കും, ആരോടുമില്ല. അതുപോലെ എന്നോട് സംസാരിച്ചു. അത് ഇത്രയും വലിയൊരു വിഷയമാക്കേണ്ടെന്ന കാര്യം ഉണ്ടായിരുന്നു. അനുമോൾ പറയുന്നുണ്ട് ഞാനും ഇവർ 3 പേരും കൂടി ഇരുന്ന് പറഞ്ഞ ശൈത്യ നൂറ ആദിലയായിട്ടിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ബിഗ് ബോസ് കറക്റ്റ് കണ്ടു കാണും. അത് പുറത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആദില കുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആദില പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദില എന്തെങ്കിലും പറയുന്നവർക്കെതിരെ ഏതറ്റം വരെയും ആദില പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് അവൾ ജയിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അതിലെ നന്നായിട്ട് അറിയാം. ഞാൻ അവളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കുത്തി നോവിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞേക്കരുതെന്ന് ഞാൻ അവളെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അവൾ കുത്തിയില്ലെന്ന് അപ്പാനി ചോദിക്കുന്നുണ്ട്. ഇന്നലെ അവൾ കുത്തി. പിന്നെ നിൻ്റെ വായിൽ പഴം വല്ലതാണ്, നീ എന്താ ഇതൊക്കെ ചോദിക്കാത്തതെന്ന് അപ്പാനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ചോദിക്കണ്ട, എനിക്കറിയാം, എന്നെ മനസ്സിലാക്കുന്ന പ്രേക്ഷകർക്കറിയാം, എനിക്കിത് തെളിയിക്കേണ്ടെന്ന ഒരു കാര്യവുമില്ല. പിന്നെ ആദിലെ നൂറ് ശൈത്യയൊക്കെ എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പറയും എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എനിക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അവർ എത്രമാത്രം കള്ളം പറയുമെന്നും എവിടെയൊക്കെ എന്തൊക്കെ പറയുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇന്നലെയും അവർ സംസാരിച്ചത് ഞാൻ ചേട്ടൻ കേട്ടതല്ലേ, അവരെന്തൊക്കെ പറയുമെന്ന്. പിന്നെ ഞാൻ മൗനം പാലിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പറഞ്ഞിട്ട് അവരങ്ങ് പോവും. അതോടെ ആ പ്രശ്നം തീർന്നു. ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണം. നമുക്ക് താല്പര്യമില്ല ഉണ്ടെങ്കിൽ അവർ പിന്നെ രണ്ടാമത് വരുത്തില്ല. അതാണ് ഞാൻ മൗനം പാലിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത്രമാത്രം സ്ട്രോങ് ആയ ഒരു പെൺകൊച്ചിനെ വേറെ കണ്ടിട്ടില്ല. അനുമോൾ സൂപ്പറാട്ടോ, അടിപൊളി.